വെൽക്കം ടു CCPLUS. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ 6th സ്റ്റാൻഡേർഡ് CBSE ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്ററുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വേഗം ഒന്ന് മിസ്സിന് ഹായ് പറഞ്ഞേ. എല്ലാവരും നിങ്ങളുടെ നോട്ട്സും നമ്മൾ പുതിയൊരു ടോപ്പിക്ക് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കും പെന്നും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക. മിസ്സ് പറയുന്ന പോയിന്റ്സ് ഒക്കെ എല്ലാവരും നോട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വേഗം തന്നെ മിസ്സിൻ്റെ അടുത്ത് ചോദിക്കുക, ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ ചാപ്റ്റർ കോമ്പണൻസ് ഓഫ് ഫുഡ് എന്ന ന്യൂ ടോപ്പിക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ കോമ്പണൻസ് ഓഫ് ഫുഡ്. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നേ. ഫുഡ് വെയർ ഡസ് ഇറ്റ് കംസ് ഫ്രം അല്ലേ? അപ്പം നമ്മൾ ഫുഡിനെ കുറിച്ചാണ് നമ്മുടെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഫുഡ് വെയർ ഡസ് ഇറ്റ് കംസ് ഫ്രം ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ ആണ് കോമ്പണൻസ് ഓഫ് ഫുഡ്. അപ്പം ഫുഡ് നമുക്കറിയാം, നിങ്ങൾ എല്ലാവരും വെറൈറ്റീസ് ഓഫ് ഫുഡ് കഴിക്കുന്നവരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ്. ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടോ? സൽമാൻ ഹായ് പറയുന്നു, സാഹിദ് ഹായ് പറയുന്നു, ജാക്സൺ ഹലോ ജാക്സൺ. നിങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കുകയാണോ? കോമ്പണൻസ് ഓഫ് ഫുഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണോ? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് നെസസിറ്റീസിൽ ഒന്നാണ്. നമ്മൾ വെറൈറ്റീസ് ഓഫ് ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഫുഡിനെ കുറിച്ച് അതിലുള്ള കോമ്പണൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ എന്താണ് ഫുഡിനൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? സോ ഫുഡ് ഈസ് the group of edible substances which provide energy to the living beings and repair the old tissues and build the new tissues. Food ennu parnal it's a group of edible substances. What do you mean by edible substances? Edible ennu parnal eatable substances which provide energy. Nammal endinanu food കഴിക്കുന്നത്? To gain energy alle nalla energetic ആയിട്ട് നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഫുഡ് കഴിക്കുന്നത്. And provide energy to the all living beings and repair the all tissue. അപ്പം നമ്മുടെ ടിഷ്യൂസും സെൽസും ഒക്കെ റിപ്പയർ ചെയ്ത് പുതിയ സെൽസും ടിഷ്യൂസും ഒക്കെ നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. ഓക്കെ, സോ മിസ് ഇവിടെ കുറേ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടോ? വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ആണ്. നിങ്ങളിതിൽ പലതും കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ബർഗർ, പിന്നെന്താണ് ഇവിടെ ടൊമാറ്റോസ് വെച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ്, എല്ലാത്തിൻ്റെയും പിക്ചേഴ്സ് മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും, ഇഷ്ടമില്ലാത്തതും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇതിൽ ബർഗർ ഇഷ്ടമുള്ളവരുണ്ടാവും അല്ലേ? ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമുള്ളവരുണ്ടാവും. ഓക്കെ, സോ അപ്പം നിങ്ങൾ ഇതിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് കഴിക്കുന്നവരാണ്. ഇതിൽ തന്നെ ഫാസ്റ്റ് ഫുഡ്സ് ഉണ്ട്, അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഫുഡിൽ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ടൊമാറ്റോ അല്ലെങ്കിൽ നട്ട്സ്, ഗ്രെയിൻസ്, ഇതിലൊക്കെ എന്താണ് കോമ്പണൻസ് എന്ന് നിങ്ങൾക്ക് അതേക്കുറിച്ച് അറിയാമോ? അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ്? കണ്ടില്ലേ, നമ്മൾ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് നമ്മൾ പറഞ്ഞു നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ നമ്മുടെ ലൈഫ് പ്രോസസ്സുകൾ നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ന്യൂട്രിയൻസ് ഈ ഫുഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ ഫാറ്റ്സ്, പ്രോട്ടീൻസ്, ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് വളരെ ആവശ്യമാണ്. സോ അവർ ഫുഡ് കണ്ടെയ്ൻസ് three main substances called nutrients. So they are called nutrients. So ഈ ഫുഡ് ഐറ്റത്തിലുള്ള മെയിൻ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഏതാണ് ആ മെയിൻ ആയിട്ടുള്ള 3 ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞേ? ഫാറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. റിപ്പീറ്റ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. സോ ഇൻ അഡീഷൻ വി ഓൾസോ റിക്വയർ വാട്ടർ നമുക്ക് വളരെ ആവശ്യമാണ് അല്ലേ? സോൾട്ട്സ് ഓർ മിനറൽസ് ഒക്കെ വളരെ ചെറിയ എമൗണ്ടിൽ നമുക്ക് ആവശ്യമുള്ളൂ. ആൻഡ് വിറ്റമിൻസ്, വി നീഡ് വിറ്റമിൻസ് ആൻഡ് ഫൈബേഴ്സ് ഓർ റഫേജ്. അപ്പം നമുക്കിതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫേവറേറ്റ് ഫുഡൊക്കെ ഓരോരുത്തർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. റസീന പറയുന്നു ബർഗർ. ഓക്കെ, സോ നമ്മൾ ഡയറ്റ് എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ട് അല്ലേ? വാട്ട് ഡു യു മീൻ ബൈ ഡയറ്റ്? So it is the amount of food eaten by a person at a time. So it is the amount of food eaten by a person at a time. അപ്പം നമ്മൾ എപ്പോഴും പറയും നമ്മളൊരു
ഒരു ഡയറ്റ് പ്ലാനിൽ നമ്മൾ എല്ലാ ഫുഡ് ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്യണം. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ റസീന പറഞ്ഞു, റസീനയ്ക്ക് ബർഗർ ആണ് ഇഷ്ടം എന്ന്. പക്ഷേ എല്ലാ ദിവസവും ബർഗർ മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള ന്യൂട്രിയൻസോ, നമ്മൾ പറഞ്ഞു ഫാറ്റ്സ് വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം, മിനറൽസ് വേണം, റഫേജ് വേണം. ഇപ്പം ബർഗറിൽ നിന്ന് മാത്രം നമുക്കതെല്ലാം കിട്ടുമോ? ഇല്ല. സോ യു ഹാവ് ടു ഇൻക്ലൂഡ് വെജിറ്റബിൾസ്, fruits, then you have to drink a lot of water, then only the diet will be a balanced one. Otherwise നമുക്ക് അതിൻ്റെ ഒരു ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ ഒരുപാട് ഡിസീസ് ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കുണ്ടാവും. So we should follow a balanced diet. Balanced diet എന്ന് പറഞ്ഞാൽ എന്താണ്? It comprises vital nutrients like carbohydrates, fats, vitamins, minerals, proteins and fiber. അപ്പം ഇതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടില്ലേ, ഒരു പൈ ചാർട്ട് മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പൈ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കൂടുതലായിട്ടും നമ്മുടെ ഫുഡ് ഐറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യണം. കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമുക്ക് എനർജി മെയിനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കണം. ആൻഡ് വി ഷുഡ് ഇൻക്ലൂഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ ഇതിൽ മടിയുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലേ. അപ്പം വീട്ടിൽ അച്ഛനമ്മയൊക്കെ പറയും വെജിറ്റബിൾസ് കഴിക്കൂ. സോ നിങ്ങൾക്ക് ചിക്കൻ ആയിരിക്കും ചിലപ്പം കഴിക്കാൻ താല്പര്യം. അപ്പം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നല്ല രീതിയിൽ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ മീറ്റ്, ഫിഷ്, എഗ്, ബീൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പ്രോട്ടീൻസിന് വേണ്ടിയിട്ട് നമ്മൾ മീറ്റ്, ഫിഷ്, എഗ്സ്, ബീൻസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. സോ പ്രോട്ടീൻസ് എന്താണ്? നമ്മുടെ ബോഡി ബിൽഡിംഗ് ഫുഡാണല്ലേ. ബോഡി ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ വളരാനും ഒക്കെ സഹായിക്കുന്നത് പ്രോട്ടീൻസ് ആണ്. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് മീറ്റ്, ഫിഷ്, എഗ്സ് ഒക്കെ. അപ്പം ഫാറ്റി ആൻഡ് ഷുഗറി ഫുഡ്സ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഫാറ്റി ആൻഡ് ഷുഗറി ഫുഡ്സ്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എന്താണ്? ഫാറ്റി ആൻഡ് ഷുഗറി ഫുഡായിരിക്കും അല്ലേ. നമ്മൾ ചോക്ലേറ്റ്സ് കഴിക്കും, പിന്നെ അതുപോലെ ചീസ്, ബർഗർ, ഇതെല്ലാം ഫാറ്റി ആൻഡ് ഷുഗറി ഫുഡാണ്. അപ്പം അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, പക്ഷേ ഒരു കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ നമുക്ക് മിക്കപ്പോഴും ഏറ്റവും ഇഷ്ടം ഈ ഫാറ്റി ആൻഡ് ഷുഗറി ഫുഡ്സ് ആയിരിക്കും. ഓക്കെ, ആൻഡ് വി ഓൾസോ നീഡ് ഡയറി പ്രോഡക്ട്സ്, മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ ബോഡിക്ക് വളരെ ആവശ്യമാണ്. സോ അപ്പോൾ ഇത്രയും അധികം കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നൊക്കെ എന്താ വിറ്റമിൻസ് ഒക്കെയാണ്. വിറ്റമിൻസും മിനറൽസും ആണ്. വിറ്റമിൻസും മിനറൽസും അതുപോലെ വാട്ടറും റഫേജും എല്ലാം ഇൻക്ലൂഡഡ് ആകുമ്പോൾ മാത്രമേ എന്താവുന്നുള്ളൂ? ദാറ്റ് ബിക്കംസ് എ ബാലൻസ്ഡ് ഡയറ്റ്. സോ അനദർ ടേം മാൽന്യൂട്രീഷൻ. എന്താണ് മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ? സോ എ പേഴ്സൺ ഡസ് നോട്ട് ഗെറ്റ് ആഡിക്വേറ്റ് ഫുഡ്. അപ്പം ആഡിക്വേറ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടിയില്ല എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഓർ ഇഫ് ഹിസ് ഓർ ഹെർ ഡയറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഓൾ ദ ന്യൂട്രിയൻസ്. അപ്പം എല്ലാ ദിവസവും ബർഗർ മാത്രം കഴിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസവും ചിക്കൻ മാത്രം കഴിക്കുന്നു, വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ കഴിക്കുന്നില്ല, then what will happen? He or she becomes weak. Why? ബാക്കിയുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. ഫാറ്റ്സ് ഒക്കെ ഇപ്പം ബർഗറോ അല്ലെങ്കിൽ ചിക്കൻ മാത്രം കഴിക്കുകയാണെങ്കിൽ പ്രോട്ടീൻസ് മാത്രം കിട്ടും. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സോ റഫേജോ ആൾക്ക് കിട്ടുന്നുണ്ടോ? അതിൻ്റെ ഡെഫിഷ്യൻസി അവിടെ വരും. സോ ഹി വിൽ ബിക്കം വീക്ക്. അപ്പം ഹെൽത്ത് വീക്ക് ആകും. ആൻഡ് ഇഫ് എ പേഴ്സൺ ഡസ് നോട്ട് ഗെറ്റ് ആഡിക്വേറ്റ് ഫുഡ്. എല്ലാവർക്കും ഇപ്പോൾ ഫുഡിൻ്റെ എക്സ്പെൻസ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവും, വളരെ പുവർ ആയിട്ടുള്ള ആളുകളുണ്ടാവും. ഫുഡ് കഴിക്കാനൊന്നും ഉള്ള ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവും. സോ ദേ വിൽ ഓൾസോ ഗെറ്റ് മാൽനറിഷ്മെൻറ്റ്. മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? person does not get adequate food, or if she or her diet does not contain all the nutrients, he will become physically weak. So ആ ഒരു അവസ്ഥയാണ്, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. And when the body does not get adequate nutrition, what will happen? It is said to be the suffering of malnutrition. അപ്പം നമുക്ക് മാൽന്യൂട്രീഷനിലേക്ക് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്തില്ല എങ്കിൽ, പ്രോപ്പറായിട്ട് എല്ലാവിധ ന്യൂട്രിയൻസും നമ്മൾ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ, what will happen? We'll suffer from malnutrition. So the various food components are grouped in 3 classes. അപ്പം നമ്മൾ ഇത്രയും നേരം കൊണ്ട് പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, അതുപോലെ റഫേജ്, ഇതെല്ലാം നമുക്ക് വളരെ വിറ്റമിൻസ്, മിനറൽസ്, ഇതെല്ലാം
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. അപ്പം ഇതിനെ 3 ഗ്രൂപ്പ്സിലേക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 3 ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ എനർജി ഗിവിങ് ഫുഡ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും. അപ്പം കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും നമ്മൾ മെയിനായിട്ടും കൺസ്യൂം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ്സ് ഫോർ എനർജി. നല്ല എനർജറ്റിക് ആയിട്ട് നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ്. ദെൻ ബോഡി ബിൽഡിംഗ് ഫുഡ്സ് ഏതാണ്? പ്രോട്ടീൻസ് ആണ് അല്ലേ? പ്രോട്ടീൻസ് ആണ് നമ്മുടെ ബോഡി ബിൽഡിംഗ് ഫുഡ്സ്. ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫുഡ്, നമുക്ക് ഡിസീസസ് ഒക്കെ വരുന്നതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്താണ്? വിറ്റമിൻസും മിനറൽസും. ദേ പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി അല്ലേ? നമ്മുടെ സെൽഫ് ഡിഫെൻസീവ് ആയിട്ടുള്ള നമ്മുടെ ബോഡിക്ക് സെൽഫ് ഡിഫെൻസ് നൽകുന്നത് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ്. ആ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. സോ അതുകൊണ്ടാണ് അവയെ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത്. ഓരോ ഡിസീസുകളിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് നമ്മുടെ മേജർ ആയിട്ടുള്ളൊരു കോമ്പണൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ എക്സാമ്പിൾ ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങൾക്കറിയാവുന്ന കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേ. റസീന ജാക്സൺ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. സോ carbohydrates, grains such as rice, wheat, sugarcane, sugar beet, many fruits like banana, mango, melon and vegetables are good sources of carbohydrates. അപ്പം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ റിച്ച് ആയിട്ടുള്ള സോഴ്സുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്, നമ്മൾ പ്രത്യേകിച്ച് കേരളൈറ്റ്സ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നതാണ് റൈസ് അല്ലേ? റൈസ്, പിന്നെ വീറ്റ്, sugarcane, sugar beet, പിന്നെ ഫ്രൂട്ട്സ് ലൈക്ക് മാംഗോ, ബനാന ഒക്കെ നമ്മുടെ ഡയറ്റിൽ മിക്കവാറും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അല്ലേ? ആൻഡ് മെലൻസ്, വെജിറ്റബിൾസ്, ഓൾ ആർ റിച്ച് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഇനി സെല്ലുലോസ്, സ്റ്റാർച്ച്, സുക്രോസ്, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് കാർബോഹൈഡ്രേറ്റ് ഫൗണ്ട് ഇൻ അവർ ഫുഡ്. അപ്പം നമ്മുടെ ഫുഡിൽ മെയിനായിട്ടും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫോംസ് ആണ്. എന്താണ്? ഡിഫറെൻറ്റ് ഫോംസ് ആണ്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. സെല്ലുലോസ്, സ്റ്റാർച്ച്, സുക്രോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട് ഷുഗർ ആൻഡ് ദേ ഓൾ ആർ ദ ഇമ്പോർട്ടൻറ്റ് കാർബോഹൈഡ്രേറ്റ്സ് ഫൗണ്ട് ഇൻ അവർ ഫുഡ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെല്ലുലോസ് എന്നൊക്കെ പറയുമ്പോൾ പ്ലാന്റ്സിൽ പ്രസൻ്റ് ആയിട്ടുള്ള അല്ലേ? മെയിൻലി പ്ലാന്റ്സിൽ പ്രസൻ്റ് ആയിട്ടുള്ളതാണ്. സ്റ്റാർച്ച് നമുക്കറിയാം, സുക്രോസ് അറിയാം. സ്റ്റാർച്ച് എന്താണ്? റൈസ് വാട്ടറിലും ഒക്കെ മെയിനായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല. Then carbohydrates provide energy to your body which keeps it going throughout the day. So carbohydrates നമ്മൾ പറയുന്ന പോലെ it provides the energy. എന്തിനു വേണ്ടിയിട്ടാണ്? To keep going throughout the day. നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരു ദിവസം നമ്മൾ എത്ര ആക്ടിവിറ്റീസ് നമ്മൾ പെർഫോം ചെയ്യും. അപ്പം ഇതിനു വേണ്ടിയിട്ടൊക്കെ നമുക്കുള്ള ആരോഗ്യം തരുന്നത്, നമുക്ക് ഉള്ള സ്ട്രെങ്ത് തരുന്നത് ആരാണ്? കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ദർ ആർ 2 മേജർ ടൈപ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ഫുഡ്. അപ്പം നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫോംസ് നേരത്തെ കണ്ടു, സെല്ലുലോസ്ന്നും ഫ്രക്ടോസ്ന്നും ഒക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള 2 ടൈപ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഷുഗർ ആൻഡ് സ്റ്റാർച്ച്. നൗ ഷുഗേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഏതാണ്? ഷുഗേഴ്സ്. ഫ്രൂട്ട്സ്, ഹണി, ടേബിൾ ഷുഗർ ആർ സം സോഴ്സസ് ഓഫ് ഷുഗർ അല്ലേ? നമ്മൾ ഷുഗർ എപ്പോഴും വീട്ടിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് അല്ലേ ഷുഗർ. സോ ഷുഗർ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമാണ്. ഫ്രൂട്ട്സിലുണ്ട് ഷുഗർ, ഹണിയിലുണ്ട്. ദെൻ ടേബിൾ ഷുഗർ ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ? ദെൻ സ്റ്റാർച്ച് ഇസ് എ കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആയിരുന്നപ്പോൾ സ്റ്റാർച്ച് എന്താണ്? കോംപ്ലെക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്, കോംപ്ലെക്സ് ഫോം ആണ്. സോ പ്ലാന്റ് സ്റ്റോർ എനർജി ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്.
അപ്പം നമുക്കറിയാം പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി സെൽഫ് ഫുഡ് പ്രിപ്പറേഷൻ നടത്തുന്നു. അപ്പോൾ ആ ഫുഡ് അവർ എന്തായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ലീവ്സിൽ എന്തായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഫോമായ സ്റ്റാർച്ച് ആയിട്ടാണ് പ്ലാന്റ്സ് അവരുടെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ സ്റ്റാർച്ചിൻ്റെ മറ്റുള്ള എക്സാമ്പിൾസ് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? റൈസ്, വീറ്റ്, corn, potato, bread, all are examples for starch. Then plant products containing sugar and starch, our digestive system breaks them to glucose. Plant products contain the sugar and starch and our digestive system also break them to glucose. They break them to glucose. So glucose is the simplest form of sugar and then is absorbed into the blood and provides us എനർജി. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിലെ ഷുഗറും സ്റ്റാർച്ചും ഒക്കെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ബ്രേക്ക് ചെയ്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോമായിട്ടുള്ള ഗ്ലൂക്കോസിലേക്ക് മാറ്റും. ഈ ഗ്ലൂക്കോസ് ഷുഗറിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമാണ്. അതിനെ നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യാറ്. സോ നമുക്ക് ഒരു ഫുഡ് ഐറ്റം, ഇപ്പം നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫുഡ് ഐറ്റത്തിൽ സ്റ്റാർച്ച് ഉണ്ടോ? നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ഫുഡ് ഐറ്റം, ഫോർ എക്സാമ്പിൾ റൈസിൽ സ്റ്റാർച്ച് ഉണ്ടോ നിങ്ങൾക്ക് ഡൗട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്യും. സോ അതിലൂടെ നിങ്ങൾക്ക് സ്റ്റാർച്ച് ഉണ്ടോ, ഒരു ഫുഡ് ഐറ്റത്തിൽ സ്റ്റാർച്ച് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് നോക്കാം. ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച്. ഓക്കെ, സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ it's a form of carbohydrate. അപ്പോൾ ടെസ്റ്റ് ഫോർ കാർബോഹൈഡ്രേറ്റ് തന്നെയാണിത്. ഓക്കെ, ടേക്ക് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് എ ഫുഡ് ഐറ്റം ഓർ എ റോ ഇൻഗ്രീഡിയൻറ്റ്. ഫോർ എക്സാമ്പിൾ റൈസ് നിങ്ങൾക്ക് എടുക്കാം. ബോയിൽഡോ റോ ആയിട്ടുള്ള റൈസ് നിങ്ങൾക്ക് എടുക്കാം. പുട്ട് 2 or 3 drops of dilute iodine solution on it. iodine solution എന്താണ്? ഒരു ബ്ലൂ ബ്ലാക്ക് കളർ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു 2-3 ഡ്രോപ്സ് നമ്മൾ ഈ ഫുഡ് ഐറ്റത്തിൽ, ഇഷ്ടമുള്ള ഫുഡ് ഐറ്റം നിങ്ങൾക്ക് എടുക്കാം. അത് റോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബോയിൽഡ് ആയിക്കോട്ടെ, നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഈ അയഡിൻ സൊല്യൂഷൻ ഒരു 2-3 ഡ്രോപ്സ് കറക്റ്റായിട്ട് നിങ്ങൾ ഇതിലേക്ക് ഇടുക. അപ്പോൾ ഒബ്സർവ് ഇഫ് ദർ ഇസ് എനി ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ഫുഡ് ഐറ്റം. സോ ഒബ്സർവ് ഇഫ് എനി ചേഞ്ച് ഹാപ്പൻസ് ടു ദി ഫുഡ് ഐറ്റം. അപ്പോൾ എന്താണ് ഒബ്സർവേഷൻ? അപ്പോൾ നമ്മുടെ സ്റ്റാർച്ച് ഇതിനകത്തുണ്ട്. ഈ ഫുഡ് ഐറ്റത്തിൽ, നിങ്ങളെടുത്ത ഫുഡ് ഐറ്റം ഫോർ എക്സാമ്പിൾ റൈസിൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എന്തായിരിക്കും ഒബ്സർവേഷൻ? സി, എ ബ്ലൂ ബ്ലാക്ക് കളർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് സ്റ്റാർച്ച്. അപ്പോൾ നിങ്ങളെടുത്ത ഫുഡ് ഐറ്റത്തിൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ദ കളർ വിൽ ടേൺസ് ടു എ ബ്ലൂ ബ്ലാക്ക് കളർ. ഇനി സ്റ്റാർച്ച് ഇല്ലെങ്കിലോ കളർ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച് നമ്മൾ കണ്ടു. അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ ആ ഫുഡ് ഐറ്റത്തിൻ്റെ കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ടു വിച്ച് കളർ? ടു ബ്ലൂ ബ്ലാക്ക് കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് കൺഫേംസ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. ഇല്ലെങ്കിലോ ഇറ്റ് കൺഫേംസ് ദി ആബ്സെൻസ് ഓഫ് സ്റ്റാർച്ച്. സിമ്പിൾ അല്ലേ ഈ ടെസ്റ്റ്? അപ്പോൾ നമുക്ക് CCPLUS ട്യൂഷനിലൂടെ ക്ലാസ്സസ് 5 to 10, അത് CBSE ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ, നമുക്കിവിടെ മികച്ച ടീച്ചേഴ്സിൻ്റെ സേവനം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് പ്രയോജനപ്രദമായിട്ടുള്ള ക്ലാസ്സുകൾ നമുക്കുണ്ട്. CBSEക്കുമുണ്ട്, സ്റ്റേറ്റിനുമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് A+ A1 ഒക്കെ മേടിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു അവസരമാണ്. അപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. പ്രോട്ടീൻ. അപ്പം കാർബോഹൈഡ്രേറ്റ് പോലെ തന്നെ പ്രോട്ടീൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂട്രിയൻ്റ് ആണല്ലേ. പ്രോട്ടീൻസ് എന്താണ്? ബോഡി ബിൽഡിംഗ് ഫുഡാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ പ്രോട്ടീൻസിൻ്റെ എക്സാമ്പിൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ എക്സാമ്പിൾ കമൻറ്റ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്കറിയാവും നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡിനെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. റസീന നേരത്തെയും കമൻറ്റ് ചെയ്തു. റസീന ഒന്ന് കമൻറ്റ് ചെയ്തേ. പ്രോട്ടീൻ റിച്ച് ആയിട്ട് നിങ്ങൾ കഴിക്കുന്ന ഒരു ഫുഡ് കമൻറ്റ് ചെയ്തേ. സോ അപ്പം നമുക്കറിയാം മിൽക്ക്, ഫിഷ്, മീറ്റ്, ചീസ്, എഗ്സ് ആർ ദ മെയിൻ സോഴ്സസ് ഓഫ് ആനിമൽ പ്രോട്ടീൻസ്. അപ്പോൾ ഇതിൽ നമ്മളെല്ലാം കഴിക്കുന്നതാണ് അല്ലേ. മിൽക്ക്, ഫിഷ്, meat, okay, all are the rich sources of proteins. And vegetable proteins can also be obtained from legumes including pulses and
ബീൻസ്. അപ്പം ഈ മിൽക്കും ഫിഷും മീറ്റും ചീസും ഒക്കെ എന്താണ്? ആനിമൽ പ്രോട്ടീൻസ് ആണ് അല്ലേ? നമ്മൾ ആനിമൽസിൽ നിന്നും ബേർഡ്സിൽ നിന്നും ഒക്കെയാണ് ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ വെജിറ്റബിൾ പ്രോട്ടീൻസ് എവിടെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? വെജിറ്റബിൾ പ്രോട്ടീൻസ് എവിടെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ലെഗ്യൂംസ്. ലെഗ്യൂമിനസ് പ്ലാന്റ്സ് ഏതാണ്? പീ ഫാമിലിയിലല്ലേ? പീ പ്ലാന്റിലൊക്കെ പീ, പൾസസ്, ബീൻസ്, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് സോയാബീൻ ഓയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പം സോയാബീനിലൊക്കെ ഇറ്റ്സ് എ റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻസ്. അപ്പം ലെഗ്യൂംസ് എന്താണ്? പീ പ്ലാന്റ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ലെഗ്യൂംസ് എന്ന് പറയുന്നത്. ഓക്കെ, പൾസസ് ഒക്കെ ലെഗ്യൂംസിൽ വരുന്നതാണ്. ഈ ലെഗ്യൂംസ് ആർ എ റിച്ച് സോഴ്സ് ഫോർ വെജിറ്റബിൾ പ്രോട്ടീൻസ്. അപ്പം ആനിമൽ പ്രോട്ടീൻസ് എവിടെ നിന്നാന്ന് കണ്ടല്ലോ? ദേ ആർ ഒബ്റ്റെയിൻ ഫ്രം ആനിമൽസ് ആൻഡ് ബേർഡ്സ്. എക്സാമ്പിൾസ് മിൽക്ക്, ഫിഷ്, meat, etc. So proteins are required for growth and repairing of our body. So they are required for the growth and repairing of our body. They helps in building new tissues. അപ്പോൾ ടിഷ്യൂസ് റിപ്പയർ ചെയ്യാനും പുതിയ പുതിയ ടിഷ്യൂസ് നമുക്ക് വരാനും ഒക്കെ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ പ്രോട്ടീൻസ് ആണ്. They also account for tough fibrous nature of hair and nails and for the structure of muscles. സോ ഹെൽത്തി ആയിട്ടുള്ള നെയിൽസ്, അതുപോലെ നമ്മുടെ മസിൽസ്. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? പ്രോട്ടീൻസ്. ദേ ആർ എ പാർട്ട് ഓഫ് അവർ ബ്ലഡ് ആൻഡ് ഹെൽപ്സ് ഇൻ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് അവർ ബോഡി. കണ്ടില്ലേ പ്രോട്ടീൻസിൻ്റെ ആ ഒരു യൂസ്? നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻസ് എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ? നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ എനർജിക്കും കാർബോഹൈഡ്രേറ്റ്സിനേക്കാൾ കൂടുതലായിട്ടും നമുക്ക് വേണ്ടതാണ് അല്ലേ? സോ റിപ്പയറിങ് ഓഫ് അവർ ബോഡി ഹെൽപ്സ് ഇൻ ബിൽഡിങ് ന്യൂ ടിഷ്യൂസ് ഒക്കെ വരാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ മസിൽ സ്ട്രെങ്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? പ്രോട്ടീൻസ് ആണ്. സോ ടെസ്റ്റ് ഫോർ പ്രോട്ടീൻ, ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച് കുറച്ച് സിമ്പിൾ ആയിരുന്നു. പക്ഷേ ടെസ്റ്റ് ഫോർ പ്രോട്ടീൻ നോക്കിക്കേ കുറച്ചുകൂടി നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ സിമ്പിളാണ്. ലെറ്റ്സ് സി എന്താണെന്ന്. ടേക്ക് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് എ ഫുഡ് ഐറ്റം ഫോർ ടെസ്റ്റിംഗ്. അപ്പോൾ കുറച്ചൊരു ഫുഡ് ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളൊരു ഫുഡ് ഐറ്റം നിങ്ങൾ എടുക്കുക. The food you want to test is, if the food you want to test is a solid, ഒരു സോളിഡ് ഫുഡ് ആണെങ്കിൽ you first need to make a paste or powder of it. സോളിഡ് ഫുഡ് ഐറ്റം ആണെങ്കിൽ അതൊരു പേസ്റ്റ് ആക്കുക അല്ലെങ്കിൽ ഒരു പൗഡർ ആക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഗ്രൈൻഡ് ഓർ മാഷ് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ദ ഫുഡ് ഐറ്റം. ആ ഫുഡ് ഐറ്റം ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? Put some of this in a clean test tube. So the test tube should be always clean. And add 10 drops of water to it and shake the test tube. ഒരു 10 drops of water കൃത്യമായി നിങ്ങൾ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് വെൽ. ഓക്കെ, എന്നാലല്ലേ അത് മിക്സ് ആവുള്ളൂ. വാട്ടറും ആ ഫുഡ് ഐറ്റവും കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഷേക്ക് ചെയ്യുക. ആൻഡ് നമ്മൾ ടെസ്റ്റ് ട്യൂബ് എപ്പോഴും ക്ലീൻ ആയിട്ടുള്ളത് മാത്രം എടുക്കുക. Okay, now using a dropper, add 2 drops of solution of copper sulfate. Copper sulfate solution എങ്ങനെയാണ്? ഒരു ബ്ലൂയിഷ് കളറിലുള്ളൊരു സൊല്യൂഷൻ ആണ്. നമ്മുടെ കെമിസ്ട്രി ലാബിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണും അല്ലേ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പം ആൻഡ് add 10 drops of solution of caustic soda. എത്ര ഡ്രോപ്സ് ആണ്? 10 drops of caustic soda സൊല്യൂഷനും കൂടി ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ഇടുക. ഓക്കെ, ഷേക്ക് വെൽ ആൻഡ് ലെറ്റ് ദ ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. നന്നായിട്ട് ഷേക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമേ ഫുഡ് ഐറ്റം എടുക്കുക. സോളിഡ് ഫുഡ് ആണെങ്കിൽ അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ക്രഷ് ചെയ്ത് അതിനെ ഒരു ക്ലീൻ ടെസ്റ്റ് ട്യൂബിലേക്ക് ഇടുക. ഒരു 10 drops ഓഫ് വാട്ടർ ഇടുക, ഷേക്ക് ചെയ്യുക. ആൻഡ് നൗ യൂസിങ് എ ഡ്രോപ്പർ ആഡ് 2 drops ഓഫ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ആൻഡ് 10 drops ഓഫ് സൊല്യൂഷൻ ഓഫ് കോസ്റ്റിക് സോഡ. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. നമുക്ക് നോക്കാം നിങ്ങൾ എടുത്തിരിക്കുന്ന ഫുഡിൽ പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന്. So the observation is a violet color indicates the presence of proteins in the food item. അപ്പം നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ഫുഡ് ഐറ്റത്തിൽ പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതൊരു വയലറ്റ് കളറായിട്ട് മാറും. ഇല്ലെങ്കിലോ കളർ ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, സ്റ്റാർച്ചിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു? ബ്ലൂ ബ്ലാക്ക് കളറായിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ പ്രോട്ടീൻസിൻ്റെ കാര്യത്തിൽ എന്താണ്? ഒരു വയലറ്റ് കളറായിട്ടാണ് അവർ മാറിയിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഫാറ്റ്സ് അല്ലേ? ഫാറ്റ്സ് നോക്കി. ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. ഫാറ്റ് റിച്ച് ആയിട്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഏതൊക്കെയാണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. നോക്കിക്കേ,
ഫാറ്റി മീറ്റ്, ഫിഷിൽ നമ്മൾ കഴിക്കുന്ന ഫിഷിലുണ്ട്, മീറ്റിലുണ്ട്. ചീസൊക്കെ ഫാറ്റിൻ്റെ റിച്ച് സോഴ്സ് ആണല്ലേ. ബട്ടർ, ചോക്ലേറ്റ്സ്, നിങ്ങൾ എല്ലാവരും ചോക്ലേറ്റ്സ് കഴിക്കുന്നവരല്ലേ. അപ്പോൾ ചോക്ലേറ്റ്സിൽ എന്താണ്? ഫാറ്റ്സ് ആണ്. ചോക്ലേറ്റ്സിലെ കോമ്പണൻറ്റ് എന്താണ്? ഫാറ്റ്സ് ആണ്. പിന്നെ നട്ട്സ് ആൻഡ് സീഡ്സ് അല്ലേ, കാഷ്യൂ നട്ട്സ്, പിസ്ത, ഇതിലൊക്കെ എന്തുണ്ട്? ഹൈ സോഴ്സ് ഓഫ് ഫാറ്റ് ഉണ്ട്. പിന്നെ അവക്കാഡോ. ആൻഡ് ഫാറ്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ഈതർ ഫ്രം പ്ലാന്റ്സ് ഓർ ആനിമൽസ്. പ്ലാന്റ്സിൽ നിന്നോ ആനിമൽസിൽ നിന്നോ ആവാം. ഗ്രൗണ്ട്നട്ട് ഓയിൽ, സോയാബീൻ ഓയിൽ, മസ്റ്റർഡ് ഓയിൽ ആർ എക്സാമ്പിൾസ് ഓഫ് ഫാറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ്. അപ്പം പ്ലാന്റ് റിച്ച് ആയിട്ടുള്ള പ്ലാന്റ്സിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് ഗ്രൗണ്ട്നട്ട് ഓയിൽ, സോയാബീൻ ഓയിൽ, മസ്റ്റർഡ് ഓയിൽ. ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് ഫാറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം the plants. Then fats like butter and ghee. Butter and ghee നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ബട്ടർ ആൻഡ് ഗീ ഫ്രം ദി ആനിമൽസ് അല്ലേ. കൗ ഒക്കെ എക്സാമ്പിൾ ആണ്. റസീന, ബ്രോസ്റ്റ് തന്തൂരി. ഓക്കെ ബ്രോസ്റ്റ് തന്തൂരി. Then fats act as a fuel in our body, but they provide more energy than carbohydrates. അപ്പോൾ ഫാറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സും നമുക്ക് എനർജി തരും. പക്ഷേ ഫാറ്റ്സ് അതിലും കൂടുതൽ നമുക്ക് എനർജി തരുന്നു. ഇറ്റ് ഹെൽപ്സ് ബോഡി ഓർഗൻസ് ടു ഗ്രോ ആൻഡ് പ്രൊട്ടക്ട്സ് ദം ഫ്രം ഇഞ്ചുറി ആൻഡ് പ്രിവെൻറ്റ്സ് ദ ലോസ് ഓഫ് ഹീറ്റ് ഫ്രം ദി ബോഡി സർഫസ്. സോ ഇറ്റ് ഹെൽപ്സ് ദ ബോഡിലി ഓർഗൻസ് ടു ഗ്രോ അല്ലേ. നമ്മുടെ ഓർഗൻസിനെയൊക്കെ വളരാൻ സഹായിക്കുന്നത് എന്താണ്? ഫാറ്റ്സ് ആണ്. ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദം ഫ്രം ദി ഇഞ്ചുറി ആൻഡ് പ്രിവെൻറ്റ്സ് ലോസ് ഓഫ് ഹീറ്റ് ഫ്രം ദി ബോഡി സർഫസ്. നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു ബോഡിയുടെ വാംത്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലേ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ഫാറ്റ്സ് ആണ്. അത് ഇൻസുലേറ്റേഴ്സ് ആണ് അല്ലേ. ഹീറ്റിനെ പുറത്തേക്ക് പോവാതെ ഇങ്ങനെ ഇൻസുലേറ്റ് ചെയ്ത് നിർത്തുന്നത് ഫാറ്റ്സ് ആണ്. ടു മച്ച് ഫാറ്റ് ഡെപ്പോസിഷൻ ഈസ് ഹാംഫുൾ ഫോർ ദി ബോഡി. അപ്പം നമുക്ക് ഇത്രയൊക്കെ ഫാറ്റ് നമുക്ക് എനർജിയൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഒരുപാട് അങ്ങ് ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചാലോ what will happen? Too much fat deposition നടക്കും. അത് നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആണ്. ഇറ്റ് വിൽ ലീഡ്സ് ടു ദ കണ്ടീഷൻ കോൾഡ് ഒബീസിറ്റി അല്ലേ. വളരെ ഫാറ്റായി നമ്മൾ അങ്ങ് മാറും. സോ ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. ആ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബീസിറ്റി എന്ന് പറയുന്നത്. സോ ഫാറ്റി സബ്സ്റ്റൻസ് ലീവ് ഗ്രീസി ആൻഡ് ട്രാൻസ്പെറൻറ്റ് സ്പോട്ട് ഓൺ പേപ്പർ. അപ്പോൾ ഫാറ്റി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഇപ്പം നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സമൂസ ഒരു ടിഷ്യൂ പേപ്പറിൽ നിങ്ങളിങ്ങനെ റാപ്പ് ചെയ്തിട്ടാണ് പിടിച്ചിരിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ ആ സമൂസ മാറ്റി കഴിഞ്ഞ് നോക്കുമ്പോൾ യു ക്യാൻ സീ ഗ്രീസി അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ പാച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പോയിട്ട് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തു എന്തെങ്കിലും ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ്, ഫോർ എക്സാമ്പിൾ സമൂസയൊക്കെ എടുത്തിട്ട് ഒരു പേപ്പറിൽ ജസ്റ്റ് ഒരു ബ്ലാങ്ക് പേപ്പറിൽ വെറുതെ ഒന്ന് റാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ റാപ്പ് ചെയ്യുക. കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ ആ സമൂസ എടുത്ത് മാറ്റുക. നിങ്ങൾ എന്ത് കാണും? അവിടെ ഒരു ഓയിലി പാച്ച് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നൗ ദ ടെസ്റ്റ് ഫോർ ഫാറ്റ്സ്. അപ്പം നമ്മൾ ഇതുവരെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ നോക്കി, പ്രോട്ടീൻസിൻ്റെ നോക്കി അല്ലേ ടെസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫാറ്റ്സിൻ്റെ ടെസ്റ്റാണ്. അപ്പോൾ ടേക്ക് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് എ ഫുഡ് ഐറ്റം. അപ്പം ഒരു കുറച്ച് ഫുഡ് ഐറ്റം നിങ്ങൾ ഒരു സ്മോൾ ക്വാണ്ടിറ്റി എടുക്കുക. എന്നിട്ട് റാപ്പ് ഇറ്റ് ഇൻ എ പീസ് ഓഫ് പേപ്പർ. ഒരു പേപ്പറിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലേ സമൂസ ഒരു ടിഷ്യൂ പേപ്പറിൽ റാപ്പ് ചെയ്യുന്ന സെയിം തന്നെയാണ് ഫാറ്റിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. റാപ്പ് ഇറ്റ് ഇൻ എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ക്രഷ് ഇറ്റ്. Take care that the paper does not tear. നിങ്ങൾ കുറച്ചൊരു ചെറിയൊരു സ്മോൾ പീസ് എന്തിൻ്റെയെങ്കിലും ഒരു എടുക്കുക. എന്നിട്ട് അതൊരു പീസ് ഓഫ് പേപ്പറിൽ റാപ്പ് ചെയ്യുക. then you have to crush or mash it and take care that the paper does not tear. Okay, you should not tear the paper. Now straighten the paper. You have to straighten the paper and observe carefully what will happen. Does it have an oily patch? So if you see an oil patch, hold the paper against the light. You have to hold it against the light. And are you able to see the light faintly? If it passes light, അത് ലൈറ്റ് കടത്തി വിടുന്നുണ്ടോ? അപ്പോൾ ഒരു ഓയിലി പാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ലൈറ്റ് കാണാനായിട്ട് പറ്റും അല്ലേ. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് പോയിട്ട് ചെയ്ത് നോക്കാം. സോ an oily patch on the paper shows that the food item contains fat. അപ്പം നിങ്ങൾ ആ പേപ്പർ ഇങ്ങനെ ലൈറ്റിലേക്ക് പിടിക്കുമ്പോൾ അതിലൂടെ സ്മോൾ ഫെയിൻറ്റ് ആയിട്ട് ലൈറ്റ് ഇങ്ങനെ കടന്നു വരികയാണെങ്കിൽ യു ക്യാൻ കൺഫേം ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ്
fat. So the food items may sometimes contain a little water. ചില food items-ൽ കുറച്ച് water ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നതിന് മുമ്പ് you have therefore after you have rubbed an item on the paper, let the paper dry for a while. കുറച്ച് നേരം ഒന്ന് അതൊന്ന് ഡ്രൈ ചെയ്യാനായിട്ട് നിങ്ങൾ വെക്കുക. അപ്പോൾ ആ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് അങ്ങ് പോവുകയും നിങ്ങൾക്ക് ഓയിലി പാച്ച് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുകയും ചെയ്യും. So if there were any water that might have come from food, it would be dry up, and after some times if no oily patch shows up after this, the food item does not contain any fat. Okay, അപ്പോൾ ഓയിലി പാച്ച് ഒന്നും കാണിച്ചില്ല എങ്കിൽ എന്ത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും? ഇറ്റ് ഡസൻറ്റ് ഹാവ് ഫാറ്റ്സ്. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് ആ ഒരു ഓയിലി പാച്ച്. ഇപ്പം നമ്മൾ ഒരു കുക്കിംഗ് ഓയിൽ എടുക്കുക, വാട്ടർ എടുക്കുക. കുക്കിംഗ് ഓയിൽ ഓൾവേസ് ലീവ്സ് എ ഗ്രീസി ഓർ ഓയിലി പാച്ച്. പക്ഷേ വെള്ളം അങ്ങനെ ലീവ് ചെയ്യില്ല. വെള്ളം അങ്ങ് ഡ്രൈ ആയി പോവുകയും ഓയിലി പാച്ച് ഉണ്ടാവുകയില്ല. അപ്പോൾ വാട്ടർ ഡസൻറ്റ് ഹാവ് ദിസ് ഫാറ്റ്സ് ആൻഡ് ദിസ് കുക്കിംഗ് ഓയിൽ ഇസ് റിച്ച് ഇൻ ഫാറ്റ്സ്. സിമ്പിളായിട്ടൊരു ടെസ്റ്റാണ്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് പോയിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് പഠനത്തോടൊപ്പം 5ാം ക്ലാസ് പഠനത്തോടൊപ്പം നവോദയ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം അത് നവോദയ പ്രവേശനം നിങ്ങൾക്ക് ലഭിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സസ് നമുക്കിവിടെ CCPLUS അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും തന്നെ മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമ്മളിനി വൈറ്റമിൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So vitamins are required by our body in a very small quantity. So they are the nutrients which are required by our body in a very small quantity. Okay, vitamins help in keeping your eyes, bones, teeth and gums healthy. അപ്പം വിറ്റമിൻസ് എന്തിനൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്? It keeps our eyes, bones, teeth and gums very healthy. Okay, the food items rich in vitamins are called protective food as they protect our body from diseases and keeps it healthy. So they are also called protective food. എന്തുകൊണ്ടാണ് അവർ പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറയുന്നത്? പ്രൊട്ടക്റ്റീവ് എന്ന് വിളിക്കുന്നതിന് കാരണം they protect us from വേരിയസ് ഡിസീസസ്. പല അവരൊരു ഡിഫെൻസീവ് മെക്കാനിസം നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി നമുക്കൊരു ഡിഫെൻസീവ് മെക്കാനിസമായിട്ട് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഡോക്ടറിനെ കാണാനൊക്കെ ചെല്ലുമ്പോൾ വിറ്റമിൻ ടാബ്ലറ്റ്സ് നമുക്ക് തരും അല്ലേ? വിറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തരും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ദേ ആർ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. അപ്പോൾ നമ്മളെ വേരിയസ് ഡിസീസസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? ഈ വിറ്റമിൻസ് ആണ്. ആൻഡ് അനദർ മേജർ കോമ്പണൻ്റ് ആണ് വാട്ടർ അല്ലേ? നമ്മളോട് പറയും നന്നായി വെള്ളം കുടിക്കണം എന്ന് പറയും അല്ലേ? ചിലപ്പോൾ ചില ആളുകൾ വെള്ളം അധികം കുടിക്കില്ല. എന്തിനു വേണ്ടിയാണ് ഈ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്? അവർ ബോഡി റിക്വയർസ് എ ലാർജ് ക്വാണ്ടിറ്റി. എത്രയാണ്? ഒരു 5 to 7 ലിറ്റർ ഓഫ് വാട്ടർ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഡെയിലി ആവശ്യമാണ്. വാട്ടർ ഹെൽപ്സ് അവർ ബോഡി ടു പെർഫോം മെനി ഫങ്ഷൻസ് ലൈക്ക് ഡൈജഷൻ. നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഈ ഫുഡ് നമ്മൾ ഒരുപാട് ഇപ്പം ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നു. ഈ ഡൈജഷൻ നന്നായിട്ട് പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിലോ അത് നമുക്ക് വേറെ ഒരുപാട് ഡിസീസൊക്കെ വരും അല്ലേ? അപ്പം നന്നായി ഡൈജഷനൊക്കെ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ത്രോയിങ് ഔട്ട് ഡിസോൾവ്ഡ് വേസ്റ്റ് ആസ് യൂറിൻ ആൻഡ് ഇംപ്യൂർ ബ്ലഡ്. അപ്പോൾ ത്രോയിങ് ഔട്ട് ദ ഡിസോൾവ്ഡ് വേസ്റ്റ് ഏത് ഫോമിലാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്? യൂറിൻ അല്ലേ? യൂറിനായിട്ട് പുറത്തേക്ക് പോകാനും ഇംപ്യൂർ ബ്ലഡിനെയൊക്കെ പുറത്തേക്ക് വിടാനും ഒക്കെ നമ്മുടെ വാട്ടറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം നന്നായി കുടിച്ചില്ലെങ്കിൽ വിൽ ഗെറ്റ് യൂറിനറി ഇൻഫെക്ഷൻ അല്ലേ? യൂറിനറി ഇൻഫെക്ഷൻസ് നമുക്ക് വരാറുണ്ട്. എന്തുകൊണ്ടാണ്? പ്രോപ്പറായിട്ട് നമ്മൾ വാട്ടർ ഇൻടേക്ക് നടത്താത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ they will say നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കണം എന്ന് പറയും. എന്തുകൊണ്ടാണ്? ഇതാണ് കാരണം. അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് വാട്ടർ നന്നായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ചെന്നില്ലെങ്കിൽ ഡൈജഷൻ പ്രോപ്പർ ആവില്ല. അതുപോലെ ഡിസോൾവ് ആയിട്ടുള്ള വേസ്റ്റുകളെ പുറത്തേക്ക് കളയാനായിട്ട് പറ്റില്ല. ഓക്കെ, ആൻഡ് വാട്ടർ ഓൾസോ കീപ്സ് അവർ ബോഡി കൂൾ ത്രൂ
sweating. It keeps our body very cool through sweating. നന്നായി വിയർത്ത് ഒരു നമ്മുടെ വിയർത്ത് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോകും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബോഡിയെ നല്ല കൂളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ ഹെൽപ്സ് ഇൻ ബ്ലഡ് സർക്കുലേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. ബ്ലഡ് സർക്കുലേഷനും വാട്ടർ സഹായിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് എക്സസ് ലോസ് ഓഫ് വാട്ടർ ഫ്രം ദി ബോഡി ലീഡ്സ് ടു എ കണ്ടീഷൻ കോൾഡ് ഡീഹൈഡ്രേഷൻ. ഒരുപാട് വെള്ളം നമ്മുടെ ബോഡിയിൽ നിന്ന് സ്വെറ്റ് ചെയ്ത് കുറച്ച് വെള്ളം നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകും, യൂറിനായിട്ട് പുറത്തേക്ക് പോകും. പക്ഷേ എക്സസീവ് ആയിട്ടുള്ള വാട്ടർ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ എന്താവും സംഭവിക്കുക? ആ കണ്ടീഷനെ നമ്മൾ എന്താ വിളിക്കുക? ഡീഹൈഡ്രേഷൻ. എന്താണ്? ഡീഹൈഡ്രേഷൻ. സോ ഈ ഡീഹൈഡ്രേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഡീഹൈഡ്രേഷൻ കോസസ് ദ ലോസ് ഓഫ് സോൾട്ട് ആൻഡ് ലീഡ്സ് ടു വീക്ക്നെസ് ഇൻ ദ ബോഡി. നമ്മൾ വല്ലാതെ വീക്കായി പോവും. നമുക്ക് ഒന്ന് എഴുന്നേറ്റിരിക്കാനോ ഒന്നും പറ്റാത്തൊരു കണ്ടീഷൻ നമുക്ക് വരും. വിൽ ബിക്കം വെരി എക്സോസ്റ്റഡ്. ആൻഡ് ഓറൽ റീഹൈഡ്രേറ്റിംഗ് സൊല്യൂഷൻ ORS. ORS ലിക്വിഡിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ORS ക്യാൻ ബി, അതിലെന്താണ് മെയിനായിട്ട് വരിക? ഷുഗർ ആൻഡ് സോൾട്ടിൻ്റെ ഒരു മിക്സ്ചർ ആയിരിക്കും വരിക. ഷുഗർ ആൻഡ് സോൾട്ട് സിറപ്പിൻ്റെ ഒരു മിക്സ്ചർ ആയിരിക്കും വരിക. അപ്പോൾ ഓറൽ റീഹൈഡ്രേറ്റിംഗ്, ഡീഹൈഡ്രേഷൻ്റെ ഓപ്പോസിറ്റാണ് റീഹൈഡ്രേറ്റിംഗ്. വെള്ളം നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുക, അതാണ് റീഹൈഡ്രേഷൻ. ഓറൽ റീഹൈഡ്രേറ്റിംഗ് സൊല്യൂഷൻ or ORS can be given to the patient to recover from the dehydration. Okay. ഇതൊരു അഡീഷണൽ പോയിന്റ് ആണ്. നിങ്ങളിത് ബുക്സിൽ നോട്ട് ചെയ്ത് വെക്കുക. ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കൊടുക്കുക? ഓറൽ റീഹൈഡ്രേറ്റിംഗ് സൊല്യൂഷൻ ഓർ ORS. നെക്സ്റ്റ് ഇസ് റഫേജ്. റഫേജ് അല്ലെങ്കിൽ ഫൈബേഴ്സ് അല്ലേ? വോൾ ഗ്രെയിൻസ്, ഫ്ലോർ, സിറിയൽസ്. സിറിയൽസ് ഒക്കെ എന്താണ്? വീറ്റ് ഗ്രെയിൻസ്, റൈസ് അല്ലേ? ദെൻ പൊട്ടേറ്റോസ്, ഫ്രഷ് ഫുഡ്സ്, റോ ആൻഡ് കുക്ക്ഡ് വെജിറ്റബിൾസ് ഓൾ പ്രൊവൈഡ് റഫേജ് ടു ആർ ഫുഡ്. അപ്പം റഫേജ് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? വീറ്റ് ഗ്രെയിൻസ്, ഫ്ലോർ, സിറിയൽസ്, പൊട്ടേറ്റോസ്, അതുപോലെ ഫ്രഷ് ഫുഡ്, റോ ആൻഡ് കുക്ക്ഡ് വെജിറ്റബിൾസ്. ഇതൊക്കെ നമുക്ക് ഫൈബേഴ്സ് അല്ലെങ്കിൽ റഫേജ് നമുക്ക് തരുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റഫേജ് കഴിക്കണം എന്ന് പറയുന്നത്? നോക്കുക. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രോപ്പർ ഡൈജഷൻ ഓഫ് ഫുഡ് ആൻഡ് പ്രിവെൻറ്റ്സ് കോൺസ്റ്റിപ്പേഷൻ. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സോളിഡ് വേസ്റ്റ് ഫുഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകാതെ നിൽക്കുന്ന ഒരവസ്ഥ. നേരത്തെ നമ്മൾ പറഞ്ഞു വാട്ടർ നന്നായിട്ട് കുടിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസോൾഡ് ആയിട്ടുള്ള സോൾട്ടൊക്കെ നമ്മുടെ ബോഡിയിൽ കൂടി, അൺഡിസോൾഡ് ആയിട്ടുള്ള സോൾട്ടൊക്കെ നമ്മുടെ ബോഡിയിൽ കൂടി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സോളിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ വേസ്റ്റ് ഒക്കെ പുറത്തേക്ക് പോകാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ അങ്ങനെ അത് നന്നായിട്ട് പോകണമെങ്കിൽ, നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് എക്സ്ക്രീഷൻ ഫങ്ഷൻ നന്നായി നടക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് എന്താണ് റഫേജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കണം. ഒരുപാട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അതുപോലെ ഫ്ലോറും സിറിയൽസും ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. Food items that are deep fried and roasted usually lose their nutritive value. അപ്പം നമ്മൾ നന്നായിട്ട് ഇപ്പം വെജിറ്റബിൾസ് ആയിക്കോട്ടെ ഒക്കെ നന്നായിട്ട് ഡ്രൈ ചെയ്ത് ഡീപ്പ് ഫ്രൈ ചെയ്തൊക്കെയാണല്ലേ കഴിക്കുക. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ നന്നായി കുറയും. അതിൻ്റെ റഫേജൊക്കെ അതിൽ നിന്ന് ഒരുപാട് ലോസ് ആവും. Now, deficiency diseases. So, diseases that occur due to the lack of nutrients are called deficiency disease. അപ്പം നമ്മൾ ഇതിൽ ഇപ്പോൾ ചിലപ്പോൾ ചിലർ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കും, പക്ഷേ വിറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ചിലർ കഴിക്കില്ല. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ അവർക്ക് വിറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ആളുകൾ ചിലപ്പോൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ റഫേജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡോ കഴിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് ആ ഒരു ന്യൂട്രിയൻറ്റിൻ്റെ ഡെഫിഷ്യൻസി വരും. സോ അങ്ങനെ വരുമ്പോൾ ദ ഡിസീസസ് ദറ്റ് ഒക്കർ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ന്യൂട്രിയൻസ്, ഒരു സ്പെഷ്യൽ ന്യൂട്രിയൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് സംഭവിക്കുന്ന ഡിസീസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഡിസീസസ്. അപ്പോൾ നമുക്കറിയാം വിറ്റമിൻ എ, വിറ്റമിൻ ബി, വിറ്റമിൻ സി, വിറ്റമിൻ ഡി, ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസീസ് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അപ്പം നോക്കാം, വിറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് എന്താണ്? ലോസ് ഓഫ് വിഷൻ അല്ലേ, കാഴ്ചശക്തി കുറയും. അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും.
നൈറ്റ് ബ്ലൈൻഡ്നെസ് ഓർ ലോസ് ഓഫ് വിഷൻ ആണ് വിറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ ലോസ് ഓഫ് വിഷൻ സംഭവിക്കും. സോ എന്തൊക്കെയായിരിക്കാം ആ അസുഖത്തിൻ്റെ സിംറ്റംസ്? പുവർ വിഷൻ, ലോസ് ഓഫ് വിഷൻ ഇൻ ഡാർക്ക്നെസ്. ഓക്കെ, ലോസ് ഓഫ് വിഷൻ ഇൻ രാത്രിയിൽ നമുക്ക് പല കളേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ നൈറ്റ് ബ്ലൈൻഡ്നെസ് വരും. സംടൈംസ് കംപ്ലീറ്റ് ലോസ് ഓഫ് വിഷൻ, ചിലപ്പോൾ മുഴുവൻ കാഴ്ചശക്തിയും നമുക്ക് പോകും. ആൻഡ് വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസീസാണ് ബെറിബറി എന്ന് പറയുമ്പോൾ എക്സ്ട്രീം വീക്ക്നെസ്, വീക്ക് മസിൽസ്, വെരി ലിറ്റിൽ എനർജി ടു വർക്ക് ചെയ്യാനുള്ള എനർജി ഒന്നും ഇല്ലാതെ പോകുന്നു. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസിയാണ് സ്കർവി, ബ്ലീഡിങ് ഗംസ് അല്ലേ, ബ്ലീഡിങ് ഓഫ് ഗംസ്. ദെൻ വോൺസ് ടേക്ക് ലോങ്ങർ ടൈം ടു ഹീൽ. ഒരു വോണ്ട് ബോഡിയിൽ ഉണ്ടായാൽ അത് ഹീൽ ആവാനായിട്ട് ഒരുപാട് സമയം എടുക്കുക. ഇതൊക്കെ വൈറ്റമിൻ സി നമുക്കറിയാം അല്ലേ, വൈറ്റമിൻസ് അല്ലെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള, എസ്പെഷ്യലി വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ഒരുപാട് ആവശ്യമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ബ്ലീഡിങ് ഓഫ് ബ്ലീഡ് ചെയ്യും ഗംസ് അല്ലേ. ഇപ്പം ചെറുതായിട്ട് ഇപ്പം നമ്മുടെ ഒരു ബ്രഷിൻ്റെ ബ്രിസിൽസ് കൊണ്ടാൽ പോലും ആ ഗംസ് നന്നായിട്ട് ബ്ലീഡ് ചെയ്യും. ആ ഒരു വോൺസ് പെട്ടെന്ന് ഹീലാകത്തുമില്ല. ദെൻ വൈറ്റമിൻ ഡി അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ് റിക്കറ്റ്സ്. വൈറ്റമിൻ ഡിനെ നമ്മൾ സൺഷൈൻ വിറ്റമിൻ എന്നും എഴുതും, സൺഷൈൻ വിറ്റമിൻ എന്നും നമ്മൾ പറയാറുണ്ട് അല്ലേ. എഴുതി വെച്ചോളൂ, അതൊരു അഡീഷണൽ പോയിന്റ് ആണ്. സൺഷൈൻ വിറ്റമിൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ വൈറ്റമിൻ ഡി മെയിനായിട്ടും കിട്ടുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. ഓക്കെ, വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ് റിക്കറ്റ്സ്. സോ റിക്കറ്റ്സിൽ എന്താ സംഭവിക്കുക? ബോൺസ് ബിക്കം സോഫ്റ്റ് ആൻഡ് ബെൻഡ്. നമ്മുടെ ബോൺസിനൊന്നും ഒരു സ്ട്രെങ്ത് ഉണ്ടാവില്ല. ഇറ്റ് ബിക്കംസ് വെരി സോഫ്റ്റ് ആൻഡ് ബെൻഡ്, അത് ബെൻഡ് ചെയ്ത് പോവും. ഓക്കെ, സോ ഇത് വിറ്റമിൻ ഡി നമുക്ക് മെയിനായിട്ടും ഏത് സോഴ്സിൽ നിന്നാണ് കിട്ടുക? സൺലൈറ്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സൺഷൈൻ വിറ്റമിൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ആൻഡ് നൗ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചില്ലെങ്കിൽ, കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് 2 കമൻറ്റ് ചെയ്തേ. എഗ്ഗൊക്കെ ഉണ്ടല്ലേ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ്. സോ അങ്ങനെയുള്ള ഫുഡ്സ് കഴിച്ചില്ലെങ്കിൽ ബോൺ ആൻഡ് ടൂത്ത് ഡീക്കേ സംഭവിക്കും. ബോൺ ആൻഡ് ടൂത്ത് ഡീക്കേ, നിങ്ങളുടെ ടൂത്തൊക്കെ പെട്ടെന്ന് കേടാകാനായിട്ട് തുടങ്ങും. ബോൺസിനും നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല. വീക്ക് ബോൺസ് ആൻഡ് ടൂത്ത് ഡീക്കേ. നൗ അയഡിൻ ഡെഫിഷ്യൻസി ഇമ്പോർട്ടൻ്റ് ആണ് അയഡിൻ. ഓക്കെ, അതുകൊണ്ടുണ്ടാവുന്നതാണ് ഗോയിറ്റർ എന്ന് നമ്മൾ പറയും. ഗോയിറ്റർ എന്താണ്? ഗ്ലാൻസ് ഇൻ ദ നെക്ക് അപ്പിയർ സ്വളൻ, മെൻ്റൽ ഡിസബിലിറ്റി ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ മെൻ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാവാം. അതുപോലെ വലിയ ആളുകളിലൊക്കെ ഗ്ലാൻസ് ഇൻ ദ നെക്ക് സ്വള്ളനായിട്ട് മാറും. സോ ദിസ് ഇസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. കണ്ടില്ലേ, നോർമൽ ആയിട്ടുള്ളൊരു വിഷനിൽ ഇത്രയും കളേഴ്സ് കാണാമെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിൽ ഇതൊക്കെ ഇരുട്ടായിട്ടാണ് കാണുക. കണ്ടില്ലേ, ഡാർക്കായിട്ടാണ് കാണുക. നൗ ബെറിബറി, എക്സ്ട്രീം വീക്ക്നെസ്, സ്കർവി, ബ്ലീഡിങ് ഓഫ് ഗംസ്, റിക്കറ്റ്സ്. കണ്ടോ, ബോൺസ് ഒക്കെ ഇങ്ങനെ ബെൻഡ് ആയിട്ടിരിക്കുന്നു. ഗോയിറ്റർ, സ്വളൻ നെക്ക്, കണ്ടില്ലേ, സ്വളൻ നെക്ക്. ഇറ്റ്സ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ. നൗ നമ്മൾ അപ്പോൾ ഡിഫറെൻറ്റ് കോമ്പണൻസ് കണ്ടു, അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസ് കണ്ടു, അതിൻ്റെ റിച്ച് ആയിട്ടുള്ള സോഴ്സസിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് ഫുഡ് ഇസ് കോൾഡ് ബോഡി ബിൽഡിംഗ് ഫുഡ്? എല്ലാവരും കമൻറ്റ് ചെയ്ത്. നമ്മളിപ്പോൾ പറഞ്ഞു ബോഡി ബിൽഡിംഗ് ആയിട്ടുള്ള ഫുഡ് ഏതാണ്? ദ ഫുഡ് കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ഇസ് കോൾഡ് ബോഡി ബിൽഡിംഗ് ഫുഡ്. പ്രോട്ടീൻസ് ഉള്ള ഫുഡാണല്ലേ ബോഡി ബിൽഡിംഗ് ഫുഡ്. ഏതാണ് പ്രോട്ടീൻസ് ഉള്ള ഫുഡ്? നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഏതൊക്കെ എഴുതാം? മീറ്റ്, ഫിഷ്, എഗ്സ് എല്ലാം എഴുതാം അല്ലേ, പ്രോട്ടീൻസ്. നെയിം 2 ഫുഡ് ഐറ്റംസ് വിച്ച് പ്രൊവൈഡ് ഫാറ്റ്സ്. ഫാറ്റ് റിച്ച് ആയിട്ടുള്ള 2 ഫുഡ് ഐറ്റം മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓയിൽ, ഗീ. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് റഫേജ് അല്ലെങ്കിൽ ഫൈബേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലേ. ദ മെയിൻ ഫങ്ഷൻ ഓഫ് റഫേജ് ഇസ് ടു ഹെൽപ്പ് അവർ ബോഡി ഗെറ്റ് റിഡ് ഓഫ് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ്. അപ്പോൾ എക്സ്ക്രീഷന് നന്നായിട്ട് സഹായിക്കുന്നതാണ് റഫേജ്. സോ ടു ഗെറ്റ് റിഡ് ഓഫ് അൺഡൈജസ്റ്റഡ് ഫുഡ്. നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ വേണമെങ്കിൽ എഴുതിയെടുക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾ ലൈക്ക് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് റെഫർ ചെയ്യാം. Now name the vitamin that our body prepares in the presence of sunlight. മിസ് പറഞ്ഞു സൺഷൈൻ വിറ്റമിൻ ഏതാണ്? സൺഷൈൻ വിറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി.
അപ്പം നമുക്ക് മെയിൻ സോഴ്സ് അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? സൺലൈറ്റിൽ നിന്നാണ് അല്ലേ? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നിന്നാണ് നമുക്ക് ആ ഒരു വിറ്റമിൻ നമ്മുടെ ബോഡി പ്രിപ്പയർ ചെയ്യുന്നത്. നെയിം ദ ഫുഡ് ന്യൂട്രിയൻറ്റ് ഇൻഡിക്കേറ്റഡ് ബൈ ആൻ ഓയിലി പാച്ച് ഓൺ എ പേപ്പർ. നമ്മളൊരു ടെസ്റ്റ് പെർഫോം ചെയ്തിരുന്നു അല്ലേ? ഏത് ന്യൂട്രിയൻറ്റിൻ്റെ ആണ് നമ്മൾ ടെസ്റ്റ് പെർഫോം ചെയ്തപ്പോൾ പേപ്പറിലൊരു ഓയിലി പാച്ച് നമ്മൾ കണ്ടത്? an oily patch on paper shows the presence of fat അല്ലേ? ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് ഒരു ഓയിലി പാച്ച് പേപ്പറിൽ തരുന്നത്. What happens when 2 or more drops of iron solution fall on starch substance? So നമ്മൾ സ്റ്റാർച്ച് ടെസ്റ്റ് പെർഫോം ചെയ്തിരുന്നു. അപ്പം അയഡിൻ സൊല്യൂഷൻ നമ്മുടെ ഫുഡ് ഐറ്റത്തിൽ ഒഴിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്തത്? നിങ്ങളുടെ ഒബ്സർവേഷൻ എന്തായിരുന്നു? ദ കളർ ഓഫ് ദ സബ്സ്റ്റൻസ് ബിക്കം ബ്ലൂ ബ്ലാക്ക് അല്ലേ? അത് ബ്ലൂ ബ്ലാക്ക് ആയിട്ട് ടേൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ ടേൺ ചെയ്യാത്തതാണെങ്കിൽ അതിൽ സ്റ്റാർച്ച് ഉണ്ടായിരിക്കുമോ? ഇല്ല. ഓക്കെ. Now, which of the following disease is caused by the deficiency of vitamin C? Vitamin C. ഇതിൻ്റെ ഉത്തരം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. റിക്കറ്റ്സ്, ബെറിബെറി, അനീമിയ, സ്കർവി. ഏതാണ് ഇതിൻ്റെ ഉത്തരം? സ്കർവി ആണല്ലേ? ബ്ലീഡിങ് ഓഫ് ഗംസ് ഒക്കെ ആണ് വിറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് സ്കർവിയാണ്. അപ്പം റിക്കറ്റ്സ് ഏതാണെന്ന് നമുക്കറിയാം. വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നത്. വിറ്റമിൻ B1 ആണെങ്കിലോ ബെറിബെറി എന്താണ്? ഓർമ്മയില്ലേ? വീക്കായിട്ടില്ലേ? എക്സ്ട്രീം വീക്ക്നെസ് വരുന്ന ഒരു നമുക്ക് ബോഡി വളരെ എക്സോസ്റ്റഡ് ആയി മാറുന്ന ഒരു കണ്ടീഷനാണ് ബെറിബെറി. അനീമിയ ഏത് കോമ്പണൻറ്റിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ്? ഏത് ന്യൂട്രിയൻറ്റിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അനീമിയ വരുന്നത്? അയൺ ഡെഫിഷ്യൻസി ആണല്ലേ? അയൺ ഡെഫിഷ്യൻസി. അപ്പോൾ സ്കർവിയാണ് ഇതിൻ്റെ ആൻസർ. ദെൻ വാട്ട് ഈസ് ഒബീസിറ്റി? നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഫാറ്റ്സ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. പക്ഷേ ഒരുപാട് ഫാറ്റ് കഴിക്കുന്നത് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണോ? അല്ല. ഒരുപാട് ഫാറ്റ് ഡെപ്പോസിഷൻ. when a person eats too much fat containing foods, then the fat gets deposited in his body and he may end up suffering from a condition called obesity. ഒരുപാട് ഫാറ്റ് ആവുകയും അത് അൺഹെൽത്തി ആണ് അല്ലേ? ഒരുപാട് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അൺഹെൽത്തി ആണ്. സോ ദാറ്റ് ലീഡ്സ് ടു എ കണ്ടീഷൻ കോൾഡ് obesity. Too much fat deposition in our body. Okay, so that is obesity. So അപ്പം നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തു. സോ എല്ലാവർക്കും താങ്ക് യു. ഇത്രയും നേരം ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ക്ലാസ്സസ് നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. സോ നമുക്ക് അടുത്തൊരു ലൈവ് ക്ലാസ്സുമായിട്ട് കാണും വരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.